യാഥാർത്ഥ്യബോധത്തോടെ വിവാഹത്തെ സമീപിക്കാൻ ശ്രമിക്കൂ. ഒരിക്കൽ സ്നേഹത്തിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരു തർക്കത്തിൻ്റെ പേരിൽ തമ്മിലകന്നു. കടുത്ത പിണക്കത്തിലേക്ക് കാര്യങ്ങൾ വളർന്നതോടെ അയാൾ അവളോട് തീരെ മിണ്ടാതായി. ആ മൗനം മാസങ്ങൾ കടന്ന് വർഷങ്ങളിലേക്ക് നീണ്ടു. അടുപ്പത്തിൻ്റെ ഒരിറ്റു നനവ് പോലുമില്ലാതെ കൊടിയ വരൾച്ചയിൽ ആ ബന്ധം ഉണങ്ങി. തീവ്ര ദുഃഖത്തെ മുറിച്ചു കടക്കാൻ അവൾ ഒരുപാട് എഴുതി. അയാളോട് പറയാനുള്ളതെല്ലാം ഡയറിക്കുറിപ്പുകളായി കുറിച്ചിട്ടു. യൗവനത്തിൽ തുടങ്ങിയ ആ എഴുത്ത് വാർദ്ധക്യത്തോളം നീണ്ടുപോയി. ഉള്ളിൽ ഇപ്പോഴും ബാക്കിയായി കിടക്കുന്ന സ്നേഹവും അടുപ്പവും ആ എഴുത്തിൽ അവൾ നിറച്ചുവെച്ചു. എന്നെങ്കിലും അയാൾ അതെടുത്ത് വായിച്ചെങ്കിൽ എന്ന് മോഹിച്ചു. അയാൾക്ക് വായിക്കാൻ മാത്രമായിരുന്നു ഓരോ ഡയറിയും എഴുതി നിറച്ചത്. എന്നിട്ടോ അവൾ മരിച്ചു. അവൾ ഇല്ലാതായപ്പോൾ അയാൾ അവളുടെ മുറിയിലേക്ക് ചെന്നു. വരിവരിയായി എഴുതി വെച്ച ഡയറികൾ കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം കൂടുക മാത്രമേ ചെയ്തുള്ളൂ. എല്ലാം അവളുടെ രഹസ്യക്കാരന് വേണ്ടിയാണെന്ന് അയാൾ വിചാരിച്ചു. സ്നേഹം മുഴുവൻ അയാളോടായിരുന്നല്ലോ എന്ന് ഉള്ളാലെ പറഞ്ഞു. ഒരു വരി പോലും വായിച്ചില്ല. പിന്നീട് ആ ഡയറി ആ സുഹൃത്തിൻ്റെ കയ്യിലേക്കും എത്തുന്നു. അയാൾക്കും അത് വേണ്ട. ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരു വലിയ മതിൽക്കെട്ട് പൊളിയുമായിരുന്നു. ഇല്ല, ആരും വായിച്ചില്ല. കത്തുന്ന തീയിലേക്ക് ഭർത്താവ് അത് വലിച്ചെറിഞ്ഞു. വായിക്കേണ്ട കണ്ണുകളാൽ വായിക്കപ്പെടാതെ ഒരായുസ്സിൻ്റെ സ്നേഹം തീയിലേക്ക് പടർന്നു. കനൽ എന്നു പേരുള്ള ഒരു ഹംഗേറിയൻ കഥയാണ് പരസ്പരം മനസ്സിലാകായികയ്ക്ക് നല്ലൊരു ഉദാഹരണം. ഇനി മറ്റൊരു തരം ദാമ്പത്യമുണ്ട്. പരസ്പരം പിരിഞ്ഞിരിക്കാൻ പോലും സാധിക്കാത്തവർ. സൂര്യ കൃഷ്ണമൂർത്തി തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് എഴുതുന്നു. അച്ഛൻ 80 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നു. അമ്മയേക്കാൾ ഭയം അച്ഛനായിരുന്നു. അതൊഴിവാക്കാൻ അച്ഛൻ ആവുന്നത്ര ശ്രമിച്ചു. ഡോക്ടർ വീട്ടിൽ വന്നാണ് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത്. പോകുമ്പോൾ കയ്യിലും കാതിലും കഴുത്തിലുമുള്ളതെല്ലാം ഊരി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഡോക്ടർ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. താലി ഊരിയപ്പോൾ അമ്മ കരഞ്ഞു. പോകുന്നത് കാണാൻ അച്ഛൻ അവിടെ നിന്നില്ല. ആശുപത്രിയിലേക്കും വന്നില്ല. ഏത് സമയവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് അമ്മ തിരിച്ചെത്തിയപ്പോൾ കാണണമായിരുന്നു അച്ഛൻ്റെ സന്തോഷം. അമ്മയെ ഒരു ബെഞ്ചിലിരുത്തി. എന്നിട്ട് തുണിയിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ ഓരോന്നായി അമ്മയെ അണിയിച്ചു. ഒടുവിൽ സിന്ദൂരവും ചാർത്തി കൊടുത്തു. സൂര്യ കൃഷ്ണമൂർത്തി അച്ഛനെക്കുറിച്ച് ഓർത്തെഴുതിയതാണ്. രണ്ടുപേർ ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം കാഴ്ചകളാണ് ബാക്കിയാകുന്നത്? ഒരേ തോണിയിൽ ഒന്നിച്ചൊഴുകുന്ന രണ്ടുപേർ ഏതെല്ലാം വിധത്തിലാണ് ആ തോണിയും കൊണ്ട് നീങ്ങുന്നത്? കയ്യെത്തും ദൂരത്തുള്ള പുസ്തകം പോലെയാണ് ഇണകൾ. മുമ്പൊരിക്കൽ കുറച്ചു വായിച്ച് പിന്നെ മറന്നു പോവുകയോ മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യുന്നു ചിലർ. അലസമായി ഉപേക്ഷിച്ചതോടെ പേജുകൾ പലതും അടർന്നു പോകുന്നു. വിവാഹബന്ധം ജന്മനാ ഉള്ള ബന്ധമോ അടുപ്പമോ അല്ലല്ലോ. നല്ലപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട അടുപ്പമാണ്. അതിലേറെ അധ്വാനിച്ച് നിലനിർത്തേണ്ടതും. അവരെന്ത് അടിപൊളി കപ്പിളാണ്. ഒരേ വേവ് ലെങ്ത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം. ഇങ്ങനെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികളെ നമ്മൾ കാണാറില്ലേ? വിവാഹത്തിനൊരുങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ദാമ്പത്യത്തിൽ വഴക്കും പരിഭവവും ഉണ്ടാകില്ല എന്നല്ല, 100% പെർഫെക്റ്റായ വ്യക്തികളുമില്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ, സെയിം വേവ് ലെങ്ത് എന്നൊക്കെ പറയുമ്പോഴും തുടക്കത്തിൽ തന്നെ ആ പൂർണ്ണതയൊന്നും ഉണ്ടായിരിക്കുകയില്ല. ജീവിതം തുടങ്ങിയതിനു ശേഷം പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എങ്കിലും പെട്ടെന്നിണങ്ങാനും ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതിലാണ് വിജയം. വിവാഹത്തെക്കുറിച്ച് വ്യത്യസ്തമായ സങ്കല്പങ്ങളായിരിക്കും ഓരോരുത്തർക്കും. താൻ പ്രതീക്ഷിച്ചിരുന്നതൊന്നും തന്നെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എന്ന വൈരുദ്ധ്യത്തെ മനസ്സിലാക്കുന്നത് ചിലരിൽ വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. എന്നതിനാൽ യാഥാർത്ഥ്യബോധത്തോടെ വിവാഹത്തെ സമീപിക്കാൻ ശ്രദ്ധിക്കണം. എത്ര വലിയ സൗഹൃദമായാലും വിവാഹബന്ധമായാലും അവർക്കിടയിൽ പലപ്പോഴും ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാവാം. അതിനേക്കാൾ ഉപരി വിട്ടുവീഴ്ചകളും പരസ്പരമുള്ള അംഗീകാരങ്ങളും സഹായ മനസ്ഥിതിയും എല്ലാമാണ് എല്ലാ ബന്ധങ്ങളെയും കാലങ്ങളോളം നിലനിർത്തുന്നത്. അത് സൗഹൃദമായാലും വൈവാഹിക ബന്ധമായാലും ഇണകൾ തരുന്ന ചെറിയ വേദനകൾ കടൽ തീരത്തെ മണ്ണിൽ എഴുതുന്ന അക്ഷരങ്ങൾ പോലെയാവണം. അടുത്ത തിരയ്ക്ക് ശേഷം അത് അവിടെ കാണരുത്. എന്നാൽ അവർ തരുന്ന നന്മകളും ഗുണങ്ങളും ശിലയിൽ തന്നെ കുത്തിവെക്കണം. അതെന്നും നിലനിൽക്കണം, ജീവൻ പോയാലും.